വിശുദ്ധമായ വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി നമ്മൾ സൂചിപ്പിച്ചല്ലോ ഹൃദയം വിശുദ്ധിയാവുക. അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വശം ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തുസക്കു അൻഫുസകും. നിങ്ങൾ നിങ്ങളെ സ്വയം പരിശുദ്ധരായി പ്രഖ്യാപിക്കരുത്. വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അവരിങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ, സംഗമിക്കുമ്പോൾ, സദസ്സിലാകുമ്പോൾ, സമ്മേളിക്കുമ്പോഴൊക്കെ അവർ മുഅ്മിനീങ്ങൾ പരസ്പരം കുറഞ്ഞവരാണെന്ന് വിചാരിക്കും. ഈ സദസ്സിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫീലിംഗ്, റബ്ബേ എന്നെ കേൾക്കുന്നവരൊക്കെ എന്നേക്കാൾ എത്രയോ പരിശുദ്ധരാണല്ലോ. ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാനാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങൾ പരസ്പരം കുറഞ്ഞു കൊടുക്കുന്നവരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അങ്ങനെയായിരുന്നു. ഒരു ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ വലിയ വിശേഷങ്ങളിൽ ഒന്ന് ഞാനാണല്ലോ. ഇന്ന് ഈ സുബ്ഹി ജമാഅത്ത് നിസ്കരിച്ചവരിൽ ഏറ്റവും പാപി മറ്റുള്ളവരുടെ നിസ്കാരത്തിന്റെ പുണ്യം കൊണ്ട് എന്റെ നിസ്കാരവും സ്വീകരിക്കപ്പെടട്ടെ. സയ്യിദുൽ ബക്കരി തങ്ങൾ വലിയ മഹാൻ, സൂഫി വര്യൻ, ആത്മജ്ഞാനി, നന്മകളുടെ നിറകുടം, സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എല്ലാമായിരുന്നു. അവര് അറഫ മൈതാനിയിൽ അങ്ങനെ നിൽക്കുമ്പോ, ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോ പറഞ്ഞൊരു വാക്ക്, ലൗലം അകുൻ മഅഹാഉലാഇ ലഗഫർത ലഹും. പടച്ചോനെ, ഞാനെന്ന ഒരു ദോഷി ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുമായിരുന്നല്ലോ. ഇവർക്ക് പുറത്തു കിട്ടാത്തതിന്റെ കാരണം പോലും ഞാനെന്ന പാപിയാണല്ലോ. ആരാ ചിന്തിക്കുന്നത്? ബക്കരി തങ്ങൾ എന്ന മഹാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വി ഹാവ് ടു ട്രൈ. നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അതാണ്. നമ്മുടെ മനസ്സിലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ വലിയവൻ, എന്റെ തറവാട് വലുത്, എന്റെ പാപ്പ വലുത്, എന്റെ ഉപ്പുപ്പാക്കൊരു ആണുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കാൻ ശീലിക്കും. നഫർ ഒരിക്കലും പാടില്ല. നിങ്ങൾ നിങ്ങളെ പ്രശംസിക്കരുത്. മുഅ്മിനീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു കൊടുക്കണം. അത് ആ ഒരു തലത്തിലേക്ക് മാറണമെങ്കിൽ ഓരോ സദസ്സിലിരിക്കുമ്പോഴും നാം അത് പരിശീലിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഗുരുവിന്റെ അടുക്കലേക്ക് ഒരു ശിഷ്യൻ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാനൊന്ന് നന്നാവണം, എനിക്ക് നന്നാകാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? ഗുരു പറഞ്ഞു, അതിന് ഞാൻ മരിക്കണം. ശിഷ്യനെ ദേഷ്യം പിടിച്ചു. നന്നാകാൻ ഒരു മാർഗം പറഞ്ഞപ്പോ ഗുരു പറയാണ്, ഞാൻ മരിക്കണം. ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ നന്നാകാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും, പക്ക ഫ്രോഡായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മാർഗം. അവ വീണ്ടും പറഞ്ഞു, ഞാൻ മരിക്കണം. മൂന്നാമത്തെ തവണ ശിഷ്യൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ശബ്ദമൊക്കെ ഒന്ന് മാറി, ഒന്ന് ഗൗരവത്തോടെ വൈകാരികമായി, ഗുരു, ഞാൻ നന്നാവാനുള്ള മാർഗം ഒന്ന് പറഞ്ഞുതരുമോ? അപ്പൊ വീണ്ടും പറഞ്ഞു, ഞാൻ മരിക്കണം. മോനെ, ഈ ഞാനല്ല, നിന്റെ ഉള്ളിലുള്ള ഒരു ഞാനെന്ന ഭാവം, ഞാനെന്ന ചിന്ത, അത് മരിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ നന്നാകുന്നത്. അതാണ് ഇസ്ലാം നിഷേധിച്ച അനാനിയത്ത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ നന്മകൾ ഉണ്ടെങ്കിൽ ഞാനെന്ന ഒരു ഭാവം, മറ്റുള്ളവരൊക്കെ മോശക്കാർ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തുൻ മിൻ കിബ്ർ. ഞാനാണ് മെച്ചപ്പെട്ടവൻ എന്ന ഒരു ചിന്ത, കൂടുതലൊന്നും വേണ്ട, ഒരാറ്റം, അല്ലെ, ആറ്റം, മൈക്രോ, മാക്രോ, വളരെ ചെറിയ
ആ ഒരു ആറ്റത്തിന്റെ കണക്ക് ഞാനെന്ന ചിന്തയുണ്ടെങ്കിൽ സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരു ഹത്തം തീർക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, പഠിച്ചോനെ ഇവിടെ ഉള്ളവരിപ്പം 3-4 ഹത്തം തീർക്കുന്നവരാണ്. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കണം, എത്രയോ നേരത്തെ ഖിയാമുൽ ലൈൽ നിർവഹിച്ച് നമ്മുടെ പള്ളിയിലേക്ക് വരുന്നവരുണ്ട്. വളരാനല്ല, ഹൃദയം കൊണ്ട് ഞാനാണ് മോശപ്പെട്ടവൻ, എന്നാൽ അതൊരു നെഗറ്റീവ് ആവാനും പാടില്ല. ഞാനാണ് മോശപ്പെട്ടവൻ, അതുകൊണ്ട് ഏറ്റവും നന്നാകേണ്ടവൻ ഞാൻ എന്ന ചിന്ത അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിൽ അതുണ്ടാകുമ്പോൾ അല്ലാഹു അവനെ ഉയർത്തും. അല്ലാഹു നമുക്ക് ഹൃദ്യമായ തവാളുവിനെ പ്രദാനം ചെയ്യട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു സംസ്കരിച്ച് തരട്ടെ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവതി വസ്സലാമു